അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഡൂമിൻ്റെ റോബോട്ടുകൾ ഇനിയും വരാൻ സാധ്യതയുള്ളത് കൊണ്ടും മറ്റും നമ്മുടെ ഹോക്കായും ബാക്കിയുള്ളവരും തോറിനെയും കൊണ്ട് അവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് ഒരു ബോട്ട് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹോക്കായുടെയും ബാക്കിയുള്ളവരുടെയും അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് തോർ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഡൂം ഭൂമിയെ കീഴടക്കിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. എന്നുവെച്ചാൽ തോർ ഭൂമിയിൽ നിന്നും ആസ്ഗാർഡിൽ പോയി തിരിച്ചു വന്നത് കുറച്ച് സമയം കൊണ്ടാണല്ലോ. പക്ഷേ ഹോക്കായും ബാക്കിയുള്ളവരും പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഡൂം കുറേ ആധുനിക വെപ്പൺസും ടെക്നോളജിയുമായി ഓരോ സ്ഥലത്തും വന്ന് എല്ലാത്തിനെയും കീഴടക്കി ഭൂമിയുടെ മുഴുവൻ രാജാവായി മാറിയെന്നാണ്. മാത്രമല്ല ഭൂമിയെ മുഴുവൻ കീഴടക്കിയ ഡൂം ജനങ്ങളോട് ഒന്നെങ്കിൽ തന്നെ അനുസരിച്ച് തൻ്റെ കീഴിൽ ജീവിക്കണമെന്നും അത് ഇഷ്ടമല്ലെങ്കിൽ തൻ്റെ കീഴിൽ ജീവിക്കാതെ പോയി നിങ്ങൾ മരിക്കണമെന്നും ഇല്ലെങ്കിൽ താൻ കൊന്നുകളയുമെന്നും പറഞ്ഞ് ഒരു നിയമം ഡൂം ജനങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ജനങ്ങളെല്ലാം ഡൂമിനെ പേടിച്ച് ഡൂം പറയുന്നതെല്ലാം അനുസരിച്ച് പേടിച്ച് വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഡൂമിനെതിരെ പോരാടുന്ന ഹോക്കയുടെയും ഫാൽക്കൻ്റെയും സ്പൈഡർമാൻ്റെയും ഈ ടീമിൻ്റെ പേര് ഡിഫൻഡേഴ്സ് എന്നാണ്. മാത്രമല്ല ഹോക്കയുടെയും ഫാൽക്കൻ്റെയും സ്പൈഡർമാൻ്റെയും പേരുകൾ പോലും ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നത് അറിഞ്ഞ് തോർ അതിശയപ്പെടുകയാണ്. ഹോക്കയുടെ പുതിയ പേര് ബുൾസൈ ബാർട്ടൺ എന്നും സ്പൈഡർമാൻ്റെ പേര് സ്ലിങ്ങർ എന്നും ഫാൽക്കൻ്റെ പേര് സ്നാപ്പ് എന്നുമാണ്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തല പുകഞ്ഞു നിൽക്കുന്ന തോറിനോട് നമ്മുടെ ഹോക്കായി അഥവാ ബുൾസൈ ബാർട്ടൺ വേറെ ഒരു കാര്യം കൂടി പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹോക്കായുടെ ഡിഫൻഡേഴ്സ് എന്ന ടീമിലുള്ള കുറച്ച് പേർ ആ ഡൂമിൻ്റെ ആളുകളായി വേഷം മാറി ഡൂമിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വഴി ഹോക്കായും ബാക്കിയുള്ളവരും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഡൂം എപ്പോഴും ഇടിമിന്നൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള കയ്യിൽ ചുറ്റിക പിടിച്ച ഒരുത്തൻ ഭൂമിയിൽ എപ്പോഴെങ്കിലും വരുമെന്ന് പേടിച്ചിരിക്കാറുണ്ട്. നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾക്കത് നീ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചുവെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ സഹായിച്ചതെന്നും ഹോക്കായും ബാക്കിയുള്ളവരും തോറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കേട്ട് ഒന്നും കൃത്യമായി മനസ്സിലാകാതെ നിൽക്കുന്ന തോറിനെയും പിന്നെ മറ്റുള്ളവരെയും ഇപ്പോൾ ഡൂമിൻ്റെ ആളുകൾ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ നേതാവിനെ കണ്ട് തോർ വീണ്ടും ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇപ്പോൾ ഡൂമിൻ്റെ ആളുകളുമായി അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് വിഡോയാണ്. പുള്ളിക്കാരിക്കും തോറിന് ഓർമ്മയില്ല. മാത്രമല്ല ഇപ്പോൾ ബ്ലാക്ക് വിഡോയുടെ പുതിയ പേര് ബ്ലാക്ക് ബ്രൈഡ് എന്നാണ്. അങ്ങനെ ഇപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ബ്ലാക്ക് വിഡോയോട് ഇത് ഡൂമിൻ്റെ എന്തോ പണിയാണെന്നും അവൻ നിങ്ങളുടെ എല്ലാം മൈൻഡിൽ എന്തോ ചെയ്തതാണെന്നും നമ്മൾ അവെഞ്ചേഴ്സ് ആണെന്നും ഒക്കെ പറഞ്ഞ് തോർ ബ്ലാക്ക് വിഡോയെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ നോക്കുന്നുണ്ടെങ്കിലും തോർ പറയുന്നതൊന്നും ബ്ലാക്ക് വിഡോ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ആകാശത്തൊരു വലിയ എന്തോ ഒരു ഡിവൈസ് ബ്ലാക്ക് വിഡോ ഇപ്പോൾ കൊണ്ടുവന്നതും അപ്പോൾ തന്നെ അത് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഡൂമിൻ്റെ എന്തോ വലിയ ഡിവൈസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് തോർ തൻ്റെ ചുറ്റിക ആ ഡിവൈസിൻ്റെ നേരെ വലിച്ചെറിഞ്ഞതും അപ്പോൾ തന്നെ ആ ഡിവൈസ് തോറിൻ്റെ ചുറ്റികയെ തടഞ്ഞു നിർത്തിയിട്ട് ചുറ്റികയ്ക്ക് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കുകയാണ്. മാത്രമല്ല പിന്നീട് തോർ തൻ്റെ ചുറ്റികയെ തിരിച്ചെടുക്കുവാൻ നോക്കിയതും അതിന് സാധിക്കുന്നില്ല. തോറിൻ്റെ ചുറ്റിക ഷീൽഡിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുന്ന തോറിനോട് ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്നും നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും ഹോക്കായി തോറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ തോർ ഹോക്കായുടെയും മറ്റുള്ളവരുടെയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ തീരുമാനിക്കുകയാണ്. അന്നേരം തന്നെ സ്പൈഡർമാൻ കുറച്ച് ഡിവൈസുകൾ ബ്ലാക്ക് വിഡോയുടെയും അവളുടെ ആളുകളുടെയും അടുത്തേക്ക് ഇട്ട് അവിടെ വലിയൊരു പുകയുണ്ടാക്കിയതും ആ തക്കത്തിന് ഹോക്കായും തോറും മറ്റുള്ളവരും അവിടുന്ന് രക്ഷപ്പെടുകയാണ്.